ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9 ഹിന്ദി ചാപ്റ്റർ 3 പക്ഷി ഔർ ദീമക് എന്ന ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പക്ഷി ഔർ ദീമക് എന്ന ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ബിക്കോസ് ഈ ചാപ്റ്റർ ലെങ്തിയാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറായി തോന്നും. അതുകൊണ്ടാണ് നമ്മളിത് പാർട്ട് ബൈ പാർട്ടായിട്ട് അഥവാ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. മുൻപ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കയ്യിൽ ഇതുപോലെ ഒരു പെൻസിലോ പേനയോ നിങ്ങൾ കരുതുക. ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയാൻ പാടില്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ മലയാളത്തിലുള്ള മീനിങ് എഴുതിയെടുക്കുക. വായിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാകും. നമ്മുടെ ക്ലാസ് ഒരു അധ്യാപകന്റെ മുൻപിലിരുന്ന് നിങ്ങൾ പഠിക്കുന്ന അതേ ഫീല് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് നമ്പർ 18 രണ്ടാമത്തെ കോളത്തിലെ പാരഗ്രാഫാണ്. കുച്ച് ദിനോം തക് ഐസാ ഹി ചൽത്താ രഹാ, ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഐസാ ഹി ചൽത്താ രഹാ, കുച്ച് ദിനോം തക് ഐസാ ഹി ചൽത്താ രഹാ, കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നു. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ കണ്ടു. उसने समझाने की कोशिश की बेटे दीमगेम हमारा स्वाभाविक आहार नहीं और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकते. उसने समझाने की कोशिश करना പരിശ്രമിക്കുക. സമझാने की कोशिश की പറഞ്ഞു മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചു. എന്തെന്നാണ്? കി ബേട്ടെ ദീമകെ ഹമാര സ്വാഭാവിക ആഹാർ നഹീം, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. അവർ ഉൻകെ ലിയേ അപ്നെ പങ്ക് തോ ഹർഗിസ് നഹീം ദിയേ ജാ സക്തെ, അതിനുവേണ്ടി തീർച്ചയായും നമ്മുടെ തൂവൽ പറിച്ചു കൊടുക്കാൻ പാടില്ല. ഹർഗിസ് നഹീം ദിയേ ജാ സക്തെ, ഒരിക്കലും, ഹർഗിസ് മൻ നെവർ, ഒരിക്കലും പറിച്ചു കൊടുക്കാൻ പാടില്ല. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സേ അപ്പന മുഹ് ദൂസരി ഓർ കർ ലിയ, എന്നാൽ ആ നൗജവാൻ പക്ഷി വലിയ അഹങ്കാരത്തോടുകൂടി തന്റെ മുഖം വേറൊരു സൈഡിലേക്ക് തിരിച്ചു. ഉസേ ജമീൻ പർ ഉത്തർ കർ ദീമകെ ഖാനെ കി ഛട്ട് ലഗ് ഗയി ഥി, അവന് താഴെ ഇറങ്ങി ചിതലുകൾ കഴിക്കുന്നതിനുള്ള ഛട്ട് ലഗ് ഗയി ഥി, ടേസ്റ്റ് കൂടിക്കൂടി വന്നിരുന്നു. അബുസേ നാ തോ ദൂസരെ കീടേ അച്ഛേ ലഗ്തി, ഇപ്പോൾ അവന് മറ്റുള്ള പുഴുക്കളോ കീടങ്ങളോ ഒന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. ന ഫൽ, പഴവർഗ്ഗങ്ങൾ ഇഷ്ടമല്ല. ന അനാജിക്ക് ദാനെ, ധാന്യങ്ങളും അവന് ഇഷ്ടമായി തോന്നിയില്ല. ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ ഥാ, ചിതലുകളുടെ താല്പര്യമാണ് ഇപ്പോൾ അവനിൽ വളരെ കൂടുതൽ തീഷ്ണമായിട്ടുണ്ടായിരുന്നത്. ലേക്കിൻ ഐസ കിത്തനെ ദിനോം തക്ക് ചൽത്ത, എന്നാൽ ഇങ്ങനെ എത്ര ദിവസങ്ങളോളം മുന്നോട്ട് പോകാൻ കഴിയും? ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഘട്ടി ചലി ഗയി, അവന്റെ തൂവലുകളുടെ എണ്ണം ലഗാതാർ നിരന്തരം, ഘട്ടി ചലി ഗയി കുറഞ്ഞു കുറഞ്ഞു വന്നു. അബ് വഹ് ഊഞ്ചായിയോം പർ അപ്പന സന്തുലൻ സാധ് നഹീം സക്താഥ, സന്തുലൻ ബാലൻസ്, സാധ് നഹീം സക്ത എന്ന് പറഞ്ഞാൽ നേരെ നിർത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവന് ഉയരത്തിൽ പറക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ന ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസേ
സഹാര ദേ സക്തേ ഥേ. വളരെ നേരം വരെ അവന് ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആകാശ യാത്ര കെ ദൗരാൻ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാനോം पेड़ों की चोटियों गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता. ആകാശയാത്ര കെ ദൗരാൻ, ആകാശത്തുകൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ തന്നെ പർവ്വതത്തിലെ പാറകളിലോ വൃക്ഷങ്ങളുടെ മുകളിലോ ഗോപുരങ്ങളുടെ മുകളിലോ ടവറുകളിലെ ഒക്കെ കതച്ച് കതച്ച് അവൻ ഇരിക്കുമായിരുന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. അവന്റെ കുടുംബാംഗങ്ങളും പക്ഷികളായിട്ടുള്ള കുടുംബാംഗങ്ങളും അതുപോലെ മിത്രങ്ങളും അവനേക്കാൾ കൂടുതൽ ദൂരം പറന്ന് പറന്ന് അവര് രസിച്ചുകൊണ്ടേയിരുന്നു. ഓ ബഹുത്ത് പിച്ചടി ജാത്ത, പക്ഷെ അവൻ മാത്രം വളരെയധികം പിന്തള്ളപ്പെട്ടു. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. പക്ഷെ എങ്കിലും ചിതലുകൾ കഴിക്കാനുള്ള അവന്റെ താല്പര്യം ഒരിക്കലും കുറഞ്ഞില്ല. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. ദീമക് കഴിക്കാൻ വേണ്ടി ആ വണ്ടിക്കാരന് ഓരോ ചിറകുകളും അഥവാ തൂവലുകളും പറിച്ചു പറിച്ച് തോട് തോട് കർ ദേത്ത, പറിച്ചു കൊടുത്തിരുന്നു. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. പിന്നീട് അവൻ മനസ്സിലാക്കി ആകാശത്തിൽ പറക്കുക വെറുതെ ഉള്ള ഒരു ശീലമാണ്, അത് യൂസ്ലെസ് ആണ്. ഫിജൂൽ, യൂസ്ലെസ്. ആകാശത്തിൽ എന്തിനാ വെറുതെ പറക്കുന്നത് എന്നവൻ വിചാരിച്ചു. ഓ മൂർഖും ക കാം ഹേ, അത് വിഡ്ഢിത്തരമാണ്. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. അവന്റെ അവസ്ഥ ഇപ്പോൾ, ഹാലത്ത് മാനെ കണ്ടീഷൻ, അവന്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരുന്നു? അവന് ആകാശത്തിൽ പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. वो सिर्फ एक पेड़ से उड़कर दूसरी पेड़ तक पहुंच पाता. അവൻ കേവലം ഒരു വൃക്ഷത്തിൽ നിന്നും അടുത്ത വൃക്ഷം വരെ മാത്രമേ പറന്നിരുന്നുള്ളൂ. धीरे धीरे उसकी यह शक्ति भी कम होती गई. പതുക്കെ പതുക്കെ ആ കഴിവ് അവന് നശിച്ചു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. അങ്ങനെ ഒരു ദിവസം അടുത്തു. അവൻ വളരെ പ്രയാസപ്പെട്ടാണ് ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ നിന്ന് തൊട്ടടുത്ത കൊമ്പിലേക്ക് പോലും വളരെ പ്രയാസപ്പെട്ടാണ് അവൻ പറന്നു നീങ്ങിയത്. ലേക്കിൻ ദീമക് ഖാനെ കാ ശൗക്ക് നഹീം ചൂട്ട, പക്ഷേ അപ്പോഴും ചിതലുകളെ കഴിക്കാനുള്ള അവന്റെ താല്പര്യം അവൻ കളഞ്ഞില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്ത ജാത്ത, ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാരൻ അവനെ ചീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ബുത്ത ദേ ജാത്ത, അവനെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓ കഹി നസർ മേം ന ആത്ത, ചിലപ്പോഴെല്ലാം അയാളെ കാണാനില്ലായിരുന്നു. പക്ഷി ഉസ്കെ ഇന്തസാർ മേം ഖുൽത്ത രഹത്ത, പക്ഷി അവനെയും പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ലേക്കിൻ ദീമകോ കാ ശൗക്ക് ജോ ഉസേ ഥാ ഉസ്നെ സോച്ച, എന്നാൽ ചിതലുകളുടെ താല്പര്യം അവന് കൂടിക്കൂടി വന്നു. ഉസ്നെ സോച്ച മൈ ഖുദ് ദീമകേം ഢൂണ്ടൂങ്ക, അവൻ വിചാരിച്ചു ഞാൻ സ്വയം ചിതലുകളെ അന്വേഷിച്ച് നടക്കും. इसलिए वह पेड़ पर से उतरकर जमीन पर आ गया. അങ്ങനെ വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി അവൻ താഴെ എത്തിച്ചേർന്നു. കാസ്കെ ഏക് ലഹരാത്തെ ഗുച്ഛേമേം സിമട്ട് കർ ബൈഠ് ഗയ, അങ്ങനെ അവൻ പുല്ലുകൾ നിറഞ്ഞ ഒരു പച്ചപ്പുള്ള ഒരു ബ്രാഞ്ചിൽ അവൻ ഇരുന്നു. फिर एक दिन उस पक्षी के जी में न मालूम क्या आया.
वह खूब मेहनत से जमीन में से दीमकें चुन चुन कर खाने के बजाय उन्हें भी इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गई. അങ്ങനെ ഒരു ദിവസം വളരെ പ്രയാസപ്പെട്ട അവൻ നിലത്ത് നിന്ന് ധാരാളം ചിതലുകളെ കളക്ട് ചെയ്ത് കഴിക്കാതെ വച്ചു. ഉനേം ഇക്കട്ടാക്കറിനെ ലഗ, ചിതലുകളെ കൂട്ടി വയ്ക്കാൻ തുടങ്ങി. अब उसके पास दीमकों के ढेर हो गई. ഇപ്പോൾ ചിതലുകളുടെ വലിയൊരു കൂമ്പാരം തന്നെ അവൻ്റെ അടുത്ത് ഉണ്ടായി. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. അങ്ങനെ ഒരു ദിവസം ആ വണ്ടിക്കാരനെ വീണ്ടും കണ്ടു. പക്ഷിക്ക് ബड़ी खुशी हुई. പക്ഷിക്ക് വലിയ സന്തോഷം തോന്നി. उसने पुकार कर कहा, അയാൾ വണ്ടിക്കാരനെ വിളിച്ചു. गाड़ी वाले, ओ गाड़ी वाले. ആ പക്ഷി വിളിച്ചു. मैं कब से तुम्हारा इंतजार कर रहा था. ഞാൻ എത്ര നാളായി നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പഹിജാനി ആവാസ് സുൻകർ ഗാഡി വാല രുക് ഗയ. വളരെ പഹിജാനി ആവാസ്, ഫെമിലിയറായ ശബ്ദം കേട്ടപ്പോൾ ഗാഡി വാല രുക് ഗയ, ഗാഡി വാല നിന്നു. തബ് പക്ഷിനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ मैंने कितनी सारी दीमकें जमा कर ली है. നോക്കൂ, ഞാൻ എത്രത്തോളം ദീമകിനെ, ചിതലിനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. गाड़ी वाले को पक्षी की बात समझ में नहीं आई. ആ ഗാഡി വാലയ്ക്ക് പക്ഷി പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ, അയാൾ ഇത്ര മാത്രം പറഞ്ഞു. തുമേ ക്യാ കരൂ, അതിന് ഞാനെന്തു വേണം. ഏ മേരി ദീമകേം ലേലോ. പക്ഷി പറഞ്ഞു, നിങ്ങൾ ഈ ചിതലുകളെല്ലാം എടുക്കണം. और मेरे पंख मुझे वापस कर दो. പക്ഷി ने जवाब दिया. പക്ഷി പറഞ്ഞു, നിങ്ങൾ ഈ ചിതലുകളെല്ലാം എടുത്തിട്ട് എൻ്റെ ചിറകുകളെല്ലാം, എൻ്റെ തൂവലുകളെല്ലാം എനിക്ക് വാപ്പസ് കർദു, ഗീവ് ബാക്ക് കർദു, എനിക്കത് തിരിച്ചു തരണം. പക്ഷി പറഞ്ഞു. ഗാഡിവാല ടട്ടാക്കർ ഹസ്പട, ഗാഡിവാല പൊട്ടിച്ചിരിച്ചു. ഊസ്നെ കഹ, അയാൾ പറഞ്ഞു, ബേവക്കൂഫ്, मैं दीमक के बदले पंख लेता हूं. ഞാൻ ചിതല് കൊടുത്ത് ചിറക് വാങ്ങുന്നവനാണ്, തൂവൽ വാങ്ങുന്നവനാണ്. പങ്കിക്ക് ബദല് ദീപകരഹി, ചിറകിന് പകരം ചിതല് വാങ്ങുന്നവനല്ല. ഗാഡിവാലനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ था. ആ ഗാഡിവാലെ, അയാൾ പങ്ക് എന്ന ആ വാക്കിന് ശക്തിയോടുകൂടി ബലം കൊടുത്താണ് പറഞ്ഞത്. ഗാഡിവാല ചലാ ഗയ. അയാൾ പറഞ്ഞു, പങ്കിക്ക് ബദലെ ദീമക് നെഹി എന്ന് പറഞ്ഞിട്ട് അയാൾ സ്ഥലം വിട്ടു. പക്ഷി ചടപടാക്കർ രഹുകയ, പക്ഷി ആകെ വിഷമിച്ചവിടെ ഇരുന്നു. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി और अपने मुंह में मुझसे दबाकर चली गई. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്ന് അവന്റെ വായിൽ അകപ്പെടുത്തിയിട്ട് അവൻ പോയി. തബൂസ് പക്ഷി കാ ഖൂൻ ടപക് ടപക്കർ ജമീൻ പർ ബൂന്തോം കി ലക്കീർ ബനാ രഹാ ഥാ. അപ്പോൾ ആ പക്ഷിയുടെ രക്തം ടപക് ടപക് കർ ജമീൻ പർ ബൂന്തോം കി ലക്കീർ, ലക്കീർ മാനി വര, പക്ഷിയുടെ രക്തം തുള്ളി തുള്ളിയായി നിലത്ത് വീണ് ഒരു വര പോലെ കാണപ്പെട്ടു. ഇതാണ് പക്ഷി ഔർ ദീമക് എന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ആ സമയം വരെ നന്ദി, നമസ്കാരം.